അസ്സലാമലൈക്കും വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൗണ്ട് ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ ഇൻഷാ അല്ലാഹ്. മേമന്റെ ജലദോഷം സുഖായിട്ടില്ലേ? ജലദോഷം ഒന്നും ജലദോഷമൊക്കെ മാറി. ചുമ വന്നാൽ ചുമ എനിക്കൊരു മാറിയിട്ടില്ലല്ലേ? ഇല്ല. ഉം ചുമ വന്നാൽ അങ്ങനെ തന്നെ ചിലപ്പോൾ 6 മാസമൊക്കെ ഇങ്ങനെ നീളും. ഉം അവിടെ കാലാവസ്ഥയൊക്കെ എങ്ങനെ? ചൂടാണ്. പിന്നെ നമുക്ക് റൂമിന്റെ ഉള്ളിലായതുകൊണ്ട് അതിന്റെ പ്രശ്നമില്ല, അൽഹംദുലില്ലാ. ആ എന്നാലും വലിയൊരു ചൂടിലേക്ക് എത്തിയിട്ടില്ല. ഉം ഉം. ഇൻഷാ അല്ലാഹ്. ശരി. ഇനിയിപ്പോ നല്ല ചൂട് ഇപ്പൊ ഇനി വരാറാവും. ഇപ്പൊ സ്കൂളൊക്കെ ഇപ്പൊ പൂട്ടും ചൂട് പകുതിയോട് കൂടിയിട്ട്. ഉം ഓക്കെ അപ്പൊ ഇൻഷാ അല്ലാഹ്. എല്ലാവരും സുഹൃത്തുക്കളുണ്ടല്ലോ അല്ലേ? ബുദ്ധിമുട്ടില്ലെങ്കിൽ ക്യാമറ ഓൺ ആക്കി ഇരിക്കട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്കൊരു ക്യാമറ സോൾ കണക്ഷൻ കിട്ടും ക്യാമറ ഓൺ ആക്കി ഇരിക്കുന്ന സമയത്ത്. നമുക്ക് ഒന്നാമതിന്റെ ഓൺലൈൻ ആണല്ലോ. അപ്പൊ ഈ ഓൺലൈൻ ആയിരിക്കുമ്പോ തന്നെ നമുക്ക് ഓഫ് ചെയ്യാൻ കിട്ടണം, അത്രയും കിട്ടില്ല. അത് ക്യാമറ ഓഫ് ആക്കിയിട്ടും കൂടി ആകുമ്പോൾ നമുക്ക് അത്രയും കിട്ടും. നിങ്ങൾക്ക് തന്നെ എപ്പോഴെങ്കിലും ഒരിക്കൽ നിങ്ങൾ ക്യാമറ ഓൺ ആക്കിയിരുന്നൊന്ന് നോക്കിയാൽ മതി. അപ്പൊ മനസ്സിലാവും. ക്യാമറ ഓൺ ആക്കിയിട്ട് ഇരിക്കുമ്പോൾ നമ്മുടെ ഫോക്കസ് വേറെ എങ്ങോട്ട് പോവില്ല. മാക്സിമം ഒന്ന് നോക്കി നോക്കും. കാരണം രാവിലെ തന്നെയാണ് വീട്ടിൽ തിരക്കുണ്ടാവും എന്നൊക്കെ ഉള്ളത് അറിയാം. എന്നാലും പിന്നെ ബുദ്ധിമുട്ടില്ല, ഓണാക്കി ഒക്കെ ഇൻഷാ അല്ലാഹ്. പിന്നെ നമുക്ക് ഇതില് ജെൻസും മിങ്കിളാണ്, അത് കുഴപ്പമില്ല. നമ്മളിപ്പോ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ആണുങ്ങളെ കാണാത്ത ആളൊന്നല്ലല്ലോ. നമ്മൾ നമ്മുടെ പുറത്ത് മറിച്ചിരിക്കുക എന്നുള്ളത്. അല്ല നമ്മളിപ്പോ തീരെ ഒരാളെ കാണാതെ അങ്ങനത്തെ ഇരിക്കുന്ന ഒരാളൊന്നല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മുടെ പുറത്ത് മറിച്ചിരിക്കുക. ഒന്ന് ഫേസ് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടോന്ന് വെച്ചിട്ടൊന്നും ആവാൻ പോകുന്നില്ലല്ലോ. ഓക്കെ. അപ്പൊ നമുക്ക് എല്ലാ ദിവസവും ജെൻസ് ചില ആൾ കാണും, ചില ആൾ കേറില്ല. എന്നാലും നമ്മുടെ ഗ്രൂപ്പ് കോമൺ ആണ്. അതുകൊണ്ടാണ് ഞാൻ കമ്മ്യൂണിറ്റി ആക്കി വെച്ചിരിക്കുന്നത് തന്നെ. നിങ്ങളുടെ നമ്പേഴ്സ് എവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടരുതെന്ന് വിചാരിച്ചിട്ടാണ്. അതുപോലെ ഡിസ്കഷൻ ഗ്രൂപ്പ് 2 പേർക്കും സെപ്പറേറ്റ് ആക്കി വെച്ചത്. ഓക്കെ. ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മള് ഇന്നലെ നമ്മുടെ ബ്രീത്തിനെ കുറിച്ചിട്ട് വളരെ ഡീപ്പായിട്ട് നമുക്ക് അൽഹംദുലില്ലാഹ് ചർച്ച ചെയ്യാൻ വേണ്ടി പറ്റില്ലേ? അൽഹംദുലില്ലാഹ്. അപ്പൊ നമുക്ക് അറിയാം, നമുക്കറിയാവുന്ന സംഭവങ്ങൾ തന്നെയാണ് നമ്മൾ ഓരോ ദിവസവും ചർച്ച ചെയ്ത് കൊണ്ടുപോകുന്നുള്ളത്. ഏതും ഒരു പുതിയ സംഭവമോ പുതിയതായിട്ടോ ഒന്നും ഇതുവരെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആണോ? പുതിയതായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ പുതുതായിട്ട് ഒന്നും നിങ്ങൾക്ക് ഇല്ലേ? പുതുതായിട്ടൊന്നും ലഭിച്ചിട്ടില്ലല്ലോ. എല്ലാം നമുക്ക് അറിയാവുന്നത് തന്നെയല്ലേ ഇതുവരെയായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നുള്ളത്. എല്ലാം അറിയുന്നതാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ് ഒരുപാട്. Yes. അതെ, നമ്മൾ ഒന്ന് അശ്രദ്ധയായി പോകുന്നു എന്നുള്ളത് മാത്രമാണ്. എല്ലാം നമുക്ക് അറിയുന്നത് തന്നെയാണ്. ഇപ്പൊ നമ്മുടെ ദൈനംദിന ജീവിതം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മളിപ്പോ ഓൾമോസ്റ്റ് ഇവിടെ മുസ്ലിംസ് മാത്രമാണുള്ളത്. ചിലപ്പോൾ 1-2 പേര് മാത്രമായിരിക്കാം ചിലപ്പോൾ നോൺ മുസ്ലിംസ് അറ്റൻഡ് ചെയ്യുന്നുള്ളത്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ജന്മം തന്നെ നമുക്ക് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ? നമ്മുടെ ജന്മം തന്നെ നമുക്കൊരു യാത്രയുടെ ആരംഭം തന്നെ നമുക്ക് ആ ഒരു ജന്മം കൊണ്ട് തന്നെ നമ്മൾ എന്താവുകയാണ്, നമ്മുടെ അവസാനത്തെ കുറിച്ച് കൊണ്ട്, അതല്ലെങ്കിൽ സ്വർഗത്തെ കുറിച്ച് കൊണ്ട്, നമ്മുടെ സന്തോഷമുള്ള ഒരു ജീവിതത്തെ കുറിച്ച് കൊണ്ടാണ് നമ്മുടെ ഒരു ജന്മം തന്നെ എന്നുള്ളത്. എന്നാൽ അവിടെ വെച്ച് നോക്കുകയാണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ആ ഒരു യാത്രയ്ക്കപ്പുറത്തെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾക്ക് ചിലപ്പോ തിരിച്ചറിവ് വന്നത് മുതൽ പ്രായപൂർത്തിയായതിന്റെ ശേഷം മുതൽ നമ്മുടെ ഡെയിലി ലൈഫിൽ മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് അങ്ങനെ നമ്മുടെ ഡെയിലി ലൈഫില് നമുക്ക് പിന്നെ താരതമ്യം ചെയ്യാൻ വേണ്ടി പറ്റണം. അതല്ലെങ്കിൽ നമുക്ക് എന്തിനോടും കൂടി ഒരു താരതമ്യം ചെയ്യാൻ വേണ്ടി പറ്റണം. നമുക്ക് കണക്ട് ചെയ്തിട്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാത്തിനെയും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ മനുഷ്യനെന്ന് പറയുമ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏതെങ്കിലും ഒന്നിലൊരു അനുഭവം ഉണ്ടായിരിക്കണം നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ. ഇപ്പൊ ശരിക്കും പറയണെങ്കിൽ നമ്മുടെ ഈ ഒരു യാത്ര, നമ്മളുടെ ജനനം മുതൽ മരണം വരെയുള്ള ഒരു യാത്ര, നമ്മളെല്ലാവരും ഇങ്ങനെ
റമദാനൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് വാട്സപ്പിൽ മെസ്സേജസ് ഒക്കെ വരും അല്ലേ? അല്ലെ? റമദാൻ ആകുമ്പോഴാണ് കൂടുതലും വാട്സപ്പിൽ ആ ഒരു മെസ്സേജ് ഒക്കെ വരുന്നുള്ളത് നമ്മളുടെ ആ ഒരു യാത്രയെ കുറിച്ചിട്ട്. അപ്പൊ അങ്ങനെ ആ ഒരു യാത്രയെ കുറിച്ചിട്ടുള്ള മെസ്സേജസ് നമുക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു ടൂർ പോവാണെന്ന് വിചാരിക്കാം. ആ ഒരു ടൂർ പോകുന്ന സമയത്ത് നമ്മൾക്ക് എവിടെയാണോ നമ്മൾ പോകുന്നുള്ളത് ആ പോകുന്ന സ്ഥലത്തിന്റെ ലക്ഷ്യസ്ഥാനത്ത് മാത്രമാണ് നമ്മുടെ ഉള്ളിൽ ഫോക്കസ് ഉള്ളത് അല്ലെ? അപ്പൊ ആ ലക്ഷ്യസ്ഥാനം മാത്രം ഫോക്കസ് ഉള്ളതുകൊണ്ട് യാത്രക്കിടയിൽ ചിലപ്പോൾ നമ്മളെ വണ്ടിയുടെ ടയർ പഞ്ചറാവും. ചിലപ്പോൾ നമുക്ക് വേണ്ട രീതിയിൽ ഭക്ഷണ സാധനങ്ങൾ കിട്ടിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ വേണ്ട രീതിയിൽ നമുക്ക് വെള്ളം കിട്ടിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ നല്ല ചൂടായിരിക്കാം. ചിലപ്പോൾ വണ്ടിയുടെ AC പകുതിയിൽ വെച്ചിട്ട് കേടുവന്നെന്നിരിക്കാം. അങ്ങനെ ആ യാത്രയിൽ നമ്മൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഇനി അതൊക്കെ പോകട്ടെ. നമ്മൾ നല്ല സ്മൂത്തായി പോണ വണ്ടിയൊക്കെ തന്നെയാണ് റോഡിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ റോഡ് മുഴുവൻ കുണ്ടും കുഴിയുമാണ്. അറിയാലോ നമ്മുടെ നാട്ടിലത്തെ റോഡിന്റെ അവസ്ഥ. അല്ലെ? നമുക്ക് നല്ല ഇപ്പൊ തന്നെ നമുക്ക് നാഷണൽ ഹൈവേ NH റെഡി ആയിട്ടുണ്ടെങ്കിൽ പോലും NHലൂടെ നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് എത്ര സമയം പോകാൻ വേണ്ടിട്ട് കുറച്ച് സമയം NHൽ പോകും. പിന്നെ വീണ്ടും താഴെ ഇറങ്ങും അല്ലെ? ഒരു ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കാസർഗോഡ് ടു തിരുവനന്തപുരം വരെ നമുക്ക് NHലൂടെ പോകാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് ഇതുവരെ എത്തിയോ? ഇല്ല. അപ്പൊ നമുക്ക് നമ്മുടെ ലൈഫ് നോക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് പോകുന്ന സമയത്ത് ഒരു യാത്രയിൽ നമുക്ക് എന്തുണ്ട്? പല സ്ഥലങ്ങളിലും പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മൾ നേരിടുന്നുണ്ടെന്നുള്ളതാണ്. എന്നാൽ നമുക്ക് ഇത്തരം പ്രതിസന്ധികളും പ്രശ്നങ്ങളും നേരിടുന്നുണ്ടെങ്കിൽ പോലും നമുക്കിതൊരു പ്രശ്നമായി തോന്നാറുണ്ടോ? ഇല്ല. കാരണം എന്താണ്? നമുക്കിതറിയാം. ഇവിടെ ഈ അനുഭവിക്കുന്ന റോഡിൽ ഒരു കുഴി ഉണ്ടെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോൾ കുഴി മാറും. വണ്ടിയുടെ AC കേടായിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത വർക്ക്ഷോപ്പ് കിട്ടണത് എവിടെയാണോ അവിടെ പോയി നമ്മൾ ഇത് നന്നാക്കും. അല്ലെ? ഇനി ഭക്ഷണം ചിലപ്പോൾ നമുക്ക് വിശന്ന് കഴിയുന്ന സമയത്ത് നമുക്ക് വേണ്ട ഹോട്ടലൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ അല്പം ഒരു 2-3 കിലോമീറ്റർ പിന്നിട്ടാൽ അല്ലെങ്കിൽ ഒരു 5 കിലോമീറ്റർ അല്ലെങ്കിൽ 10 കിലോമീറ്റർ പോയാൽ നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ഹോട്ടൽ നമുക്ക് കിട്ടും അല്ലെ? അങ്ങനെ നമുക്കിനി വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ അങ്ങനെ എന്ത് പ്രതിസന്ധികളൊക്കെ വന്നാലും നമുക്ക് അതൊന്നും ഒരു പ്രതിസന്ധിയല്ല. കാരണം എന്താണ്? നമ്മൾ ഇവിടെ തന്നെ നിൽക്കണവരല്ല. നമ്മൾ മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മൂവ് ആവുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് വേണ്ടത് ലഭിക്കും എന്നുള്ളൊരു ഹോപ്പ് നമുക്കുണ്ട് എന്നുള്ളതാണ്. എന്നാൽ നമുക്ക് അറിയാം നമുക്കിപ്പം നമ്മൾ ഒരു സ്ഥലത്ത് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഒരു ഗൂഗിൾ മാപ്പ് നോക്കും അല്ലേ? അപ്പൊ നമ്മുടെ കയ്യിൽ തന്നെ നമുക്കിപ്പോ ഇന്ത്യയുടെ ഭൂപടം അല്ലെങ്കിൽ ഒരു കേരളത്തിന്റെ ഭൂപടം. നമ്മുടെ കയ്യിൽ ഒരു ഭൂപടം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഭൂപടം കയ്യിൽ പിടിച്ച് ഇതാണ് ഇന്ത്യ അല്ലെങ്കിൽ ഇതാണ് കേരളം എന്ന് നമ്മൾ പറയോ? ഇല്ല. മാപ്പ് ഈസ് ടെറിട്ടറി ആണ്. അത് എന്താണ്? അതിന്റെ ഒരു കുഞ്ഞു രൂപം മാത്രമാണ് അല്ലെ? അങ്ങനെ ഈ ഒരു മാപ്പ് നമ്മളെ നമ്മളിപ്പോ ഒരു ഇന്ത്യയുടെ മാപ്പോ അതല്ലെങ്കിൽ ഒരു കേരളത്തിന്റെ മാപ്പോ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് റിയൽ ആയിരിക്കണ ഒരു ഇന്ത്യയല്ല നമ്മൾ അതിൽ കാണുന്നുള്ളത്. നമ്മൾ അതിൽ കാണുന്നത് നമ്മളിപ്പോ ഈ ഒരു ഇന്ത്യയുടെ മാപ്പ് എടുത്ത് നോക്കിയിട്ട് നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക ഇവിടെയാണ് കേരളം. ഇവിടെയാണ് നമ്മുടെ ജില്ല ഇരിക്കുന്നത്. അങ്ങനെ ഓരോന്നോരോന്നും നമ്മുടെ കുഞ്ഞു മക്കൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. സത്യത്തിൽ ഈ മക്കൾക്ക് ഇത് കാണുമ്പോൾ എന്തേലും അറിയോ? ഇല്ല. എന്നാൽ നമുക്ക് തന്നെ അറിയില്ല. നമ്മൾ പണ്ടാരും ഒരു മാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂൾ പഠിക്കുമ്പോൾ പഠിച്ച രീതിയിൽ നമ്മൾ അങ്ങനെ പോകുന്നു എന്നുള്ളത് മാത്രമാണ് അല്ലെ? സത്യത്തിൽ ഇന്ത്യയുടെ മാപ്പ് ഇങ്ങനെയാണെന്ന് വരച്ച് കാണിച്ച ആ മാപ്പിൽ നമ്മൾ ഇത് കാണുന്നു എന്നല്ലാതെ യഥാർത്ഥത്തിൽ ഇതാണ് ഇന്ത്യയുടെ രൂപം എന്ന് നമ്മൾ ആരെങ്കിലും കണ്ടവരുണ്ടോ? പക്ഷെ നമ്മൾ അതിൽ എന്ത് ചെയ്യാണ്? നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അല്ലെ? ഇതാണ് ഇന്ത്യയുടെ രൂപം എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ആ മാപ്പിൽ ഈ മാപ്പ് കാണുമ്പോൾ നമുക്കിപ്പോ ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും രൂപം വരുന്നില്ലേ? കേരളം എന്ന് പറയുമ്പോൾ എല്ലാവരുടെ ഉള്ളിലും രൂപം വരുന്നില്ലേ? എന്നാൽ ഓരോ ജില്ലകൾ പറയുമ്പോൾ നമുക്ക് അത്രയും വരില്ല. കാരണം എന്താ വെച്ചാൽ എന്താണ്? നമ്മൾ ഓരോ ജില്ലകളും നമ്മൾ അത്രയും സെപ്പറേറ്റ് ആയിട്ട് വരച്ച് പഠിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട്. ഒരു കാസർഗോഡ് എന്ന് പറയുമ്പോഴോ മലപ്പുറം എന്ന് പറയുമ്പോഴോ വയനാട് എന്ന് പറയുമ്പോഴൊക്കെ ഒരു ചെറിയ രീതിയിൽ നമ്മുടെ മൈൻഡിൽ വരുള്ളൂ. പക്ഷെ അത് അത്രയും വ്യക്തമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് വരില്ല എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ ആ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് വരും. അതുപോലെ നമ്മുടെ പാരത്രിക ജീവിതത്തിന്റെ ഒരു ടെറിറ്ററി, ഒരു മാപ്പാണ് നമ്മുടെ ഈ ഒരു ഭൗതിക ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് എന്താവുകയാണ്? നമ്മുടെ യാത്രയിൽ ഈ പ്രതിസന്ധികൾ വരുമ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ യാത്രയാണ് നമ്മുടെ സ്വർഗത്തിലേക്കുള്ള യാത്രയാണ്. ആ സ്വർഗത്തിലേക്കുള്ള യാത്രക്കിടയിൽ ചിലപ്പോ ചില വ്യക്തികളായിരിക്കും നമ്മുടെ മുന്നിൽ തടസ്സങ്ങളായി വരിക. ചിലപ്പോ നമ്മുടെ മക്കളായിരിക്കാം, ചിലപ്പോ നമ്മുടെ ഹസ്ബൻഡ് ആയിരിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ ഭാര്യമാർ ഹസ്ബൻഡിൻ്റെതായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മദറിലോ ഫാദറിലോ അങ്ങനെ ആയിരിക്കാം, അതല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഇളയച്ചിമാർ നാത്തൂമാർ അങ്ങനെ പറയുന്ന ശൃംഖലയായിരിക്കാം. അങ്ങനെ ഏതും ആയിക്കോട്ടെ, നാമുമായി കണക്ട് ചെയ്യപ്പെട്ട നമ്മുമായി ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ആരോടൊക്കെയാണോ കണക്റ്റഡ് ആയിരിക്കുന്നത് അങ്ങനെ ഈ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കണക്റ്റഡ് ആയിരിക്കുന്ന ഓരോ വ്യക്തികളും നമുക്ക്
പ്രയാസങ്ങളായിരിക്കാം, പ്രതിസന്ധികളായിരിക്കാം. ഞാൻ നേരത്തെ പറയണ്ടായി, നമ്മൾ യാത്ര പോകുമ്പോൾ, നമ്മളിപ്പോ ഒരു തിരുവനന്തപുരത്തേക്ക് യാത്ര പോവാണെന്ന് വിചാരിക്കാം, കാസർഗോഡ് ടു തിരുവനന്തപുരം വരെ യാത്ര പോവാണെന്ന് വിചാരിക്കാം. ഈ യാത്ര പോകുന്ന സമയത്ത് നമുക്ക് പല റൂട്ടുകളിലൂടെ, കറക്റ്റ് റൂട്ട് ഒന്നാണെങ്കിലും അതിൽ സൈഡ് സൈഡ് എത്തുന്ന സമയത്ത് പല പോക്കറ്റ് റോഡുകളും ഇപ്പൊ പല ബൈപ്പാസ് റോഡുകളൊക്കെ ഉണ്ടാവും അല്ലെ. അങ്ങനെ ചില ബൈപ്പാസ് റോഡുകളോട് പോകുന്ന സമയത്ത് ആ റോഡ് മറ്റുള്ളതിനെ നമ്മൾ അങ്ങോട്ട് മറ്റുള്ളതിനെ നമ്മൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിലും നമുക്ക് എന്താവുകയാണ്, നമ്മളുടെ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ നാം ആരോടാണോ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്, നാം ആരോടാണോ ബന്ധപ്പെട്ടിരിക്കുന്നത്, അവരെ മാത്രമേ നമുക്ക് അറിയുള്ളൂ. അവരുടെ ക്യാരക്ടർ മാത്രമേ നമുക്ക് അറിയുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ഇതെല്ലാം പ്രയാസമായി തോന്നുന്നത്. നമ്മൾ നേരത്തെ യാത്രയിൽ പറഞ്ഞതുപോലെ ഏത് റോഡിലൂടെയാണോ നമ്മൾ പോകുന്നത്, ആ റോഡിൽ ആക്സിഡന്റ് നടന്നിട്ടുണ്ടോ, ആ റോഡിൽ കുഴിയുണ്ടോ, ആ റോഡിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ആ യാത്ര ചെയ്താൽ മാത്രമേ നമുക്ക് അറിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പാരത്രിക ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഈ ഭൂമി എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ സ്വർഗീയ ജീവിതത്തിന്റെ, സ്വർഗത്തിന്റെ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, നമ്മുടെ സ്വർഗീയ ജീവിതത്തിലേക്ക് പോവാനുള്ളതിന്റെ ഒരു ടെറിട്ടറി, ഒരു മാപ്പാണത്. അപ്പൊ നമ്മള് ഈ കുഞ്ഞു മാപ്പിൽ നോക്കിയിട്ട്, ഒരു ഇന്ത്യയിൽ നോക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു കേരളത്തിൽ നോക്കിയിട്ടോ നമ്മുടെ മക്കൾ ചിലപ്പോൾ ചോദിക്കും, ഇവിടെ എവിടെയാവുമ്പോൾ നമ്മളെ കാണിച്ചതാന്ന് ചോദിച്ചാൽ, അല്ലെ മക്കൾ ചോദിക്കാറില്ലേ, ഇവിടെ എവിടെ ഞാൻ എന്നെ കാണിച്ചതെന്ന് കുഞ്ഞു മക്കൾ ചോദിക്കാറില്ലേ? നമുക്ക് അവരെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുമോ? നമ്മളെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുമോ? നമ്മുടെ വീട് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ലല്ലോ, ഒന്നും നമുക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അതുപോലെ ഇവിടെ എവിടെയാണ് നമ്മുടെ ആ ഒരു സ്വർഗീയ ആനന്ദത്തിലേക്ക് നമ്മൾ പോവേണ്ടത് എന്ന് പറഞ്ഞാൽ നമുക്കത് യഥാർത്ഥത്തിൽ നമുക്കത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റില്ല. ഇവിടെ നമ്മൾ നമ്മുടെ ഇന്ത്യ എന്ന് പറയുമ്പോൾ, കേരളം എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് നമ്മുടെ യാത്രയിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ സ്വർഗം എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾക്ക് പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമുക്കുണ്ടാവാം. പക്ഷെ ഇതെല്ലാം ഉണ്ടെങ്കിൽ ഇതൊന്നും എനിക്കിതൊന്നും ഒരു പ്രയാസമല്ല. കാരണം ഞാൻ ഇവിടെ സ്ഥിരമായി നിൽക്കാൻ വന്നവരല്ലല്ലോ. ഞാൻ യാത്രക്കാരാണ്, ഞാൻ പോവാണ്. ഞാൻ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്നലെയല്ല എന്റെ ഇന്നല്ല എന്റെ നാളെ. അപ്പൊ എന്റെ ഓരോ ദിവസങ്ങളും എന്നിൽ നിന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ലൈഫിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായി നമുക്ക് ഉണ്ടാവുന്ന എന്ത് ബുദ്ധിമുട്ടായിക്കോട്ടെ, നമുക്ക് എന്തൊക്കെ രീതിയിൽ സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാവാം അല്ലെ, മാനസികമായിട്ടുള്ള പിരിമുറുക്കൾ ഉണ്ടാവാം, ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, അങ്ങനെ നമുക്ക് പല പ്രയാസങ്ങളും നമുക്ക് ഉണ്ടാവാം. ഇനി ഏത് പ്രയാസമാണെങ്കിൽ പോലും ആ പ്രയാസങ്ങൾക്കെല്ലാം അപ്പുറത്ത് അൽഹംദുലില്ലാ, ഇതിനപ്പുറത്ത് എനിക്ക് എന്റെ റബ്ബുണ്ട്. എന്റെ റബ്ബാണ് എന്നെ ഇവിടത്തേക്ക് അയച്ചത്. ഞാനെന്ന് പറയുന്നുള്ളത് വെറും ഒരു യാത്രക്കാരിയാണ്. അതുകൊണ്ട് എന്റെ ഒരു യാത്രയിൽ എനിക്ക് എന്ത് തടസ്സം വന്നിട്ടുണ്ടെങ്കിലും എന്നെ യാത്ര അയപ്പിച്ചത് ആരാണോ, അപ്പൊ ആ എന്നെ യാത്ര അയപ്പിച്ചവർക്കറിയാം ഇതിന്റെ പിന്നിലുള്ള പ്രതിസന്ധികളും ഇതിന്റെ പിന്നിലുള്ള ബുദ്ധിമുട്ടുകളും. അതുകൊണ്ട് ഞാൻ എന്തിലും ഉത്തരവാദിയല്ല, ഇതൊന്നും എന്റെ കൺട്രോളിലുള്ളതല്ല എന്നുള്ള രീതിയിൽ നമ്മുടെ ചിന്ത അങ്ങോട്ട് മാറ്റുന്ന സമയത്ത് നമ്മുടെ ചിന്ത ആ ഒരു രീതിയിൽ പോസിറ്റീവിലേക്ക് ഒറ്റയടിക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റില്ല. നമ്മൾ ഇത്രയും വർഷമായിട്ടും പഠിച്ചു വെച്ചതാണ്. എന്നാലും ചെറിയൊരു അവയർനെസ് നമുക്കിപ്പോ ദേഷ്യം വരുമ്പോ തന്നെ നമ്മളിപ്പോ നേരത്തെ പോലെയല്ല, എനിക്കിപ്പോ ദേഷ്യം വരുന്നുണ്ട് എന്നുള്ളൊരു ബോധം നമുക്ക് വരാൻ വേണ്ടി തുടങ്ങിയോ, അത് മതി. ആ ഒരു ബോധ്യം നമുക്ക് വരാനോ, അല്ലാതെ നമുക്കിപ്പം ദേഷ്യം വരാതെ നമ്മളിപ്പൊ തന്നെ വലിയൊരു പണ്ഡിതനെ പോലെ അല്ലെങ്കിൽ ഒരു സന്യാസിയെ പോലെ അല്ലെങ്കിൽ ഒരു പണ്ഡിതനെ പോലെ നമ്മൾ ആവും എന്നല്ല. ഇൻഷാ അള്ളാ നമ്മൾക്കും അതിന്റെ ഒരു കുഞ്ഞു ശാഖയെങ്കിലും നമുക്ക് ആവാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് ഇൻഷാ അള്ളാ ആവാൻ വേണ്ടി പറ്റുമ്പോൾ നമുക്കറിയാലോ, ഒരുപാട് വ്യക്തികൾ സന്തോഷത്തിന് വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലും തേടി നടക്കുന്നുണ്ട് അല്ലെ. നമുക്ക് ഓരോ സ്ഥലങ്ങളും നമുക്ക് നോക്കി സന്തോഷങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ കാട്ടിക്കൂട്ടലുകളാണ് കൂട്ടുന്നുള്ളത്. യഥാർത്ഥത്തിൽ ഈ കാട്ടിക്കൂട്ടലുകളെല്ലാം കൂടിയിട്ട് സന്തോഷം ലഭിക്കുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ആ കാട്ടിക്കൂട്ടണ ഒരു ടൈമിൽ അങ്ങോട്ട് ചെറിയൊരു സന്തോഷം അവർക്ക് തോന്നാണ്. യഥാർത്ഥ സന്തോഷം നമുക്കറിയാം. നമ്മൾ ചെയ്യണ ജസ്റ്റ് നമ്മളൊരു മൊബൈൽ എടുത്ത് സ്ക്രോൾ ചെയ്ത് കുറച്ച് സമയം ഒരു ഇൻസ്റ്റാലോ അല്ലെങ്കിൽ ഷോർട്സോ എന്തെങ്കിലും നോക്കിയെന്ന് വിചാരിക്കാം. നോക്കുന്ന സമയത്ത് നല്ല ആനന്ദമായിരിക്കാം, നല്ല രസമായിരിക്കാം. നോക്കിയിട്ടൊക്കെ കഴിഞ്ഞാൽ ഫോൺ അവിടെ വെച്ച് നോക്കുന്ന സമയത്ത് എന്തോ ഒരു കുറ്റബോധം മനസ്സിന്റെ ഉള്ളിൽ തോന്നാറുണ്ടോ ഇല്ലയോ? ഇല്ലേ? എന്തോ ഒരു കുറ്റബോധം തോന്നും. അതേപോലെയാണ് അതല്ല,
നമ്മൾ അല്പം പ്രയാസപ്പെട്ടിട്ടാണ് ആരേലും വന്നിട്ട് നമ്മളോട് ചോദിച്ചു എന്തില്ല എന്തേലും തരണമെന്ന് ചോദിച്ചു. നമ്മുടെ കയ്യിൽ ആകെ എന്തോ ചെറിയൊരു ക്യാഷേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ അവരുടെ ചോദ്യം കേട്ടിട്ട് മനസ്സില്ലാ മനസ്സോടെ, പൂർണ്ണമായിട്ടുള്ള മനസ്സോടൊന്നല്ല, എങ്ങനെയെങ്കിലും ഓക്കെ ഒന്ന് ഇത് പോയി കിട്ടിയാൽ മതിയെന്ന് വിചാരിച്ചിട്ട് കയ്യിലുണ്ടായ ക്യാഷ് ഒന്ന് കുറച്ച് ക്യാഷ് അങ്ങോട്ട് എടുത്തു കൊടുത്തു. പക്ഷെ എടുത്ത് കൊടുക്കുമ്പോഴൊക്കെ നമുക്ക് നല്ല പെയിൻ ആയിരുന്നു. അവരങ്ങോട്ട് തിരിച്ചു പോയതിന്റെ ശേഷം ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ സന്തോഷമായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ സങ്കടമായിരിക്കും ഉണ്ടാവുക? സന്തോഷമല്ലേ ഉണ്ടാവുക? അപ്പൊ ഈ നന്മകൾ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കാം. പക്ഷെ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഏതുപോലെ അറിയോ? നെല്ലിക്ക തിന്നുന്നത് പോലെ. നെല്ലിക്ക തിന്നുമ്പോ എന്താണ്? ഭയങ്കര ചവർപ്പും പ്രയാസമൊക്കെ. പക്ഷെ തിന്നു കഴിഞ്ഞിട്ട് ചിലപ്പോ വെള്ളം കുടിച്ചാലോ, ആ വെള്ളത്തിന് എന്തൊരു മധുരാണ് അല്ലെ? അപ്പൊ അതുപോലെ ആയിരിക്കും നമുക്ക് നന്മകൾ ചെയ്യുമ്പോണ്ടല്ലോ, നമ്മളെ കൊണ്ടത് ചെയ്യാൻ പറ്റിയില്ല. നന്മകൾ ചെയ്യുന്ന സമയത്ത് എന്തോ ഒരു ബുദ്ധിമുട്ടായിരിക്കും. നമ്മളിപ്പോ നിസ്കരിക്കാൻ പോകുന്നെന്ന് വിചാരിക്കാം. നമ്മൾ ആകെ നിസ്കരിക്കാൻ ഉപയോഗിക്കുന്ന ടൈം എത്രയാണ്? പക്ഷെ ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ഹെവി ആയിട്ടല്ലേ ഫീൽ ആവുന്നുള്ളത്. കാരണം നിസ്കരിക്കാനുണ്ട് നിസ്കരിക്കാനുണ്ട് എന്നുള്ള ഒരു പ്രയാസം. അപ്പൊ അത് ഹെവി എന്ന് പറയുകയാണെങ്കിലോ, ആ നിസ്കരിക്കാൻ നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ ചെയ്ത് ചിലപ്പം ലോഹർ അവസാനത്തിലേക്ക് എത്തി, അസറാവാനായി ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ ബാക്കിയുള്ള സമയത്ത് നമ്മൾ എന്താവാണ്? നമ്മൾ തിരക്ക് പിടിച്ച് പോവാണ്. കാരണം എന്താണ്? ഇത് തീരട്ടെ ഇത് തീരട്ടെ ഇത് തീരട്ടെ എന്ന് നമ്മൾ ഇന്ന് വിചാരിക്കും. എന്നിട്ടോ നിസ്കരിച്ച് കഴിയുമ്പോൾ വിചാരിക്കും നാളെ എനിക്ക് ലോഹർ കൊടുത്താൽ അവ്വൽ വകത്ത് നിസ്കരിക്കണം. എന്നിട്ടോ നാളത്തെ ഈ അവസ്ഥ എന്താണ്? നാളെ ഇന്നിപ്പോ അവല് ഭാഗത്ത് ഇപ്പൊ എന്തായാലും ബാങ്ക് കൊടുത്തു, ഞാൻ ഈ ഒരു ജോലി തീർക്കൽ ഇതൊന്ന് തീരട്ടെ, അത് കഴിയുമ്പത്തേക്ക് അടുത്തത്, അത് കഴിയുമ്പത്തേക്ക് അടുത്തത്, അത് കഴിയുമ്പത്തേക്ക് അടുത്തത്. നമ്മളെന്താ വിചാരിക്കുക? നിസ്കരിക്കാൻ പോയാൽ നമ്മളതിന് ഇപ്പോഴൊന്നും തിരിച്ചല്ലോ. ഒന്ന് നമ്മൾക്ക് എന്താ ചെയ്യാൻ എന്തായിട്ടും നിസ്കരിക്കുമ്പോഴത്തേക്ക് ഒന്നുകിൽ ഡ്രസ്സ് മാറേണ്ടിണ്ടാവും അല്ലെ? നമ്മുടെ കിച്ചണിൽ ഇട്ട ഡ്രസ്സ് ഒന്ന് മാറി വേറൊരു മാക്സി ഇട്ടിട്ട് വേറെ നിസ്കാര കുപ്പായം ധരിക്കേണ്ടി ഉണ്ടാവും. അതല്ലെങ്കിൽ ചിലപ്പോ എന്തെങ്കിലും മേല് കഴുകേണ്ടിണ്ടാവും. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ട് വെള്ളത്തിന് കുറവുണ്ടാവും. ഞാൻ നിങ്ങളുടെ കാര്യമല്ലട്ടോ പറഞ്ഞു, എന്റെ കാര്യം തന്നെയാണ് പറയുന്നത്. അപ്പൊ നമുക്ക് വെള്ളത്തിന് കുറവുണ്ടോ? ഇല്ല. ഇനി ആ വെള്ളം ഉപയോഗിക്കുന്നതിന്, ശരീരത്തിന് വെള്ളം തട്ടുന്നതിന് കൊണ്ട് എന്തെങ്കിലും പ്രതിസന്ധിയോ ബുദ്ധിമുട്ടോ ഉണ്ടോ? അതുമില്ല. ഇനി ആ വെള്ളത്തിന്റെ അടുത്തേക്ക് നടന്ന് പോകുന്നതിന് നമുക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ? അതും. ഇനി വെള്ളം പോവട്ടെ, നമുക്ക് ആ വെള്ളം പണ്ടത്തെ പോലെ കോരിയിട്ടൊന്നും എടുക്കണ്ട അല്ലേ? ടാപ്പൊന്ന് ഓണാക്കുക, അല്ലെങ്കിൽ ഷവറിന്ന് തുറക്കുക, അതിനടിയിൽ പോയിട്ട് ഒന്ന് നിന്ന് കൊടുത്താൽ മാത്രം മതി നമുക്കല്ലേ? എന്നിട്ട് പോലും ഇനി ഞാൻ ചോദിക്കട്ടെ, നമ്മൾ കിച്ചണിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരെങ്കിലും ഒരാൾ നമ്മൾ പെട്ടെന്ന് വിളിക്കാണ്. അപ്പൊ പെട്ടെന്ന് ഒരു ഫോട്ടോ ഒക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യാം, നമുക്കൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചാൽ നമ്മള് ഓക്കെ ഓക്കെ ഇനിയിപ്പോ വരാന്ന് പറഞ്ഞാൽ അതിന്റെ ഇടയിൽ നിന്ന് കിച്ചണിൽ നിന്ന് പണിയൊക്കെ മാറ്റി മയ്യ കൈയും കഴുകാൻ പോകും, കഴിയും നമ്മൾ ഫ്രഷ് ആയി ഡ്രസ്സും മാറിയിട്ട് നമ്മൾ പോവില്ലേ? തീർച്ചയായിട്ടും നമ്മൾ പോകും. അപ്പൊ ഇതാണ് നമ്മളുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളോടല്ല, ഞാൻ എന്നോടാണ് പറയുന്നുള്ളത്. അപ്പൊ നമ്മളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും, ഈ ഒരു സാഹചര്യത്തിൽ നിന്നും മാറിയിട്ട് എല്ലാ വക്കത്തും നമുക്ക് അവ്വൽ വക്കത്തിൽ നിസ്കരിക്കുക. ആ ഒരു നിസ്കാരത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പറയാൻ എന്താ പറയാ, നിസ്കാരം നമുക്ക് തന്ന ഗിഫ്റ്റ് ആണ് എന്ന്. ഇന്ന് ഞാൻ ഇപ്പോഴല്ല ട്ടാ, ഞാൻ കുറച്ച് മുമ്പൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഈ നിസ്കാരം ഗിഫ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. എന്താണ് ഇതിൽ ഗിഫ്റ്റ് ആയിട്ട്? ഗിഫ്റ്റ് ആകുമ്പോൾ നമ്മളെ കയ്യിൽ എന്തെങ്കിലും ഒരു സാധനം കിട്ടും. ഇപ്പൊ ഇതിൽ എന്താണ് കിട്ടുന്നത്? ഞാൻ ചിന്തിച്ചതാണ്, നിങ്ങളാരും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, നമ്മുടെ അറിവില്ലാത്ത സമയത്ത്. പക്ഷെ ഇപ്പോഴാണ് നമുക്ക് അറിയാൻ വേണ്ടി പറ്റിയത്. നമ്മളൊക്കെ എന്താ പറയണത്? അള്ളാഹ് കൊണ്ട് നിസ്കരിക്കുന്നു, അള്ളാഹ് കൊണ്ട് നിസ്കരിക്കുന്നു അല്ലെ? നമ്മളൊക്കെ അങ്ങനെയല്ലേ പറയണേ? അപ്പൊ സത്യത്തിൽ അള്ളാഹ് കൊണ്ടിട്ടാണോ നിസ്കരിക്കുന്നത്? അള്ളാഹ്ക്ക് എന്തിനാണ് നമ്മുടെ നിസ്കാരം? അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ സക്കാത്ത് കൊടുക്കുന്നു പറയാം. നമ്മൾ അള്ളാഹ്ക്ക് എന്തിനാണ് നമ്മുടെ സക്കാത്ത്? അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ നോമ്പെടുക്കുന്നു, അള്ളാഹ്ക്ക് എന്തിനാണ് നമ്മുടെ നോമ്പ്? ഇതൊക്കെ കെട്ടിയിട്ട് വേണം അള്ളാഹുവിനെ രക്ഷപ്പെടാൻ? അള്ളാഹു ഓൾറെഡി രക്ഷപ്പെട്ടിരിക്കണവര്, അള്ളാഹുവായി അവിടെ ഇരിക്കുകയല്ലേ? അപ്പൊ ഇതൊക്കെ എന്തിനാണ് അള്ളാഹു നമ്മളോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്? നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അല്ലെ? പക്ഷെ നമ്മൾ എന്താണ് തെറ്റിദ്ധരിച്ചത്? ഇതെല്ലാം അള്ളാഹ്ക്ക് വേണ്ടി, അള്ളാഹ്ക്ക് വേണ്ടി, അള്ളാഹ്ക്ക് വേണ്ടി, അള്ളാഹ്ക്ക് വേണ്ടി. അപ്പൊ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടല്ല, ഇതൊക്കെ നമ്മൾ ചെയ്യണത് നമുക്ക് വേണ്ടിയിട്ടാണ്. നമ്മള് ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്കിപ്പോ എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെന്ന് വിചാരിക്കാം. ആ അസുഖം പല ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടും മാറിയിട്ടില്ല എന്ന് വിചാരിക്കാം. ഉം. പല ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടും മാറാത്ത ആ ഒരു അസുഖം, ഏതോ ഒരു 5-6 വർഷമായ രോഗം കൊണ്ട് ബുദ്ധിമുട്ടും. ഏതോ ഒരു ഡോക്ടറെ കണ്ടപ്പോൾ ആ രോഗത്തിന് മാറ്റം കിട്ടി.
പിന്നീട് നമ്മുടെ ഉള്ളിൽ ആ ഒരു ഡോക്ടറുടെ പേര് കേൾക്കുന്ന സമയത്ത് എന്തോ ഒരു ആനന്ദമായിരിക്കും. ഇപ്പൊ ഇവിടെ ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇവിടെ എന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയതിന്റെ ശേഷം അൽഹംദുലില്ലാ ഇത് എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്യണമെന്നും ഇതിൽ നിന്ന് ലൈഫിലേക്ക് പോസിറ്റീവ് കിട്ടുന്നുണ്ട് എന്നും തോന്നിയ ഇപ്പം നമ്മള് ഒന്ന് മെഹർബൻ മാം, മാമിന്റെ അൽഹംദുലില്ലാ കാലിന്റെ വെരിക്കോസ് മാറി. തീർച്ചയായിട്ടും ഞാൻ മാറ്റിക്കൊടുത്തതല്ല, മാറ്റിക്കൊടുത്തത് റബ്ബാണ്. പക്ഷെ മാം എന്റെ സിറ്റിങ്ങിൽ ഇരുന്ന് അത് അതിനൊരു കാരണമായി എന്നുള്ളത്. മാമിന് എവിടെ നിന്നെങ്കിലും എന്റെ പേര് കേൾക്കുന്ന സമയത്ത് ഉള്ളിൽ അറിയാതെ ഒരു സ്നേഹം വരുവോ വരില്ലേ? ഇപ്പം ഇതേപോലെ ഇവിടെ ഐഷ മാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആകെ കുറച്ച് ദിവസമായിട്ടുള്ള ഇതിലേക്ക് ജോയിൻ ചെയ്തിട്ട്, പക്ഷെ അൽഹംദുലില്ലാ ഒരുപാട് പേരിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടി നോക്കുന്നത് എന്തുകൊണ്ട്? അപ്പൊ ആ മറ്റുള്ളവർക്ക് ഞങ്ങൾക്ക് കിട്ടിയ ഒരു പോസിറ്റീവ് മറ്റുള്ളവർക്ക് കിട്ടണം എന്നുള്ളത് കൊണ്ടും, അതുപോലെ തന്നെ ഇപ്പൊ ചിലപ്പോ എന്റെ ഏതെങ്കിലും ഒരു വോയിസ് കേൾക്കുമ്പോൾ, എന്റെ ഒരു മെസ്സേജ് കാണുമ്പോൾ, എന്റെ ഏതെങ്കിലും ഒരു വീഡിയോ കാണുമ്പോൾ പെട്ടെന്ന് അതൊന്ന് ഓൺ ചെയ്ത് നോക്കണം. സമയം ഇല്ലെങ്കിൽ പോലും ഇത് എന്താണെന്നുള്ളത് ഓൺ ചെയ്ത് നോക്കണം എന്നുള്ള ഒരു ടെൻഡൻസി ഉള്ളിലേക്ക് ഉണ്ടാവുമെന്നാണ് എനിക്ക് ഉറപ്പ്. കാരണം ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങളുടെ ഗുരുനാഥന്മാരെ കാണുന്നുള്ളത്. അപ്പൊ അതുപോലെ ആയിരിക്കും നിങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ ബാക്കി ഞാൻ ഓരോരുത്തരുടെ പേര് പറയാത്തത് എനിക്ക് സ്പെസിഫിക് ആയിട്ട് അറിയാത്തതുകൊണ്ടാണ്. ഉള്ളിൽ അറിഞ്ഞവരും മാത്രമേ എനിക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഓരോരുത്തരിലേക്കും എന്തുണ്ടാവും അവരും അതുപോലെ. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്നേഹം, ഈ പറയുന്ന നമുക്ക് ഒന്നുകിൽ ഇവിടെ മുന്നിലിരിക്കുന്ന എന്നെ കുറിച്ച് നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു തോട്ട്, അതല്ലെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് അത്രമാത്രം നമുക്ക് പോസിറ്റീവ് തന്ന ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ച് അവരുടെ പേര് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു തോട്ട്, ആ ഒരു ചിന്ത, ആ ഒരു സ്നേഹം, ആ ഒരു അടുപ്പം അള്ളാഹു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ വരുന്നുണ്ടോ? ഇപ്പൊ കുറച്ചായിട്ട് വരുന്നുണ്ട്. ജമാൽ സാറിന്റെ ക്ലാസ്സും അങ്ങനെ ഓരോ ക്ലാസ്സൊക്കെ കേട്ടിട്ട്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. എന്നാൽ നമുക്ക് അതിനു മുമ്പ് നമുക്ക് വരുന്നുണ്ടായിരുന്നു ഇല്ലല്ലോ? ഇല്ല. അപ്പൊ നമുക്ക് സത്യത്തിൽ അള്ളാഹു എന്ന് കേൾക്കുമ്പോൾ ഒരു സ്നേഹം, ഒരു ഫീലിംഗ്, നമുക്ക് ആ ഒരു സ്നേഹം എന്ന് പറയുന്ന ആ ഒരു മനസ്സിലുണ്ടാവുന്ന ഒരു ഫീലിങ്സ് ഉണ്ടല്ലോ, ആ ഒരു ഫീലിങ്സ് നമുക്ക് ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ടല്ലേ അള്ളാഹു എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്താ വരിക? പേടി. അള്ളാഹു എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന ചിത്രം എന്തായിരിക്കാം? നരകം. അല്ലേ? അള്ളാഹു എന്ന് കേൾക്കുമ്പോ ആദ്യം മനസ്സിൽ വരുന്ന ചിത്രം നരകം. പിന്നെയോ ഖബറ്, പാമ്പ്, തേള്, എന്തൊക്കെയാണ്. എന്നാൽ ഇതൊന്നും ഇല്ലാന്നാണോ? അല്ല, തന്നെയാണ്. പക്ഷേ ഇതിലപ്പുറം അള്ളാഹു എന്ന് പറയുമ്പോൾ കാരുണ്യത്തിന്റെയും കരുണയുടെയും ആ ഒരു, അല്ലെ, നമ്മൾ ഇത്ര മാത്രം അതിക്രമം ചെയ്തിട്ടും ഇത്രമാത്രം നമ്മളെ ശ്രദ്ധിക്കാതെ നടന്നിട്ടും നമ്മൾ ഒരിക്കൽ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ ഇങ്ങനെ ശ്രദ്ധിക്കാതെ നടന്ന് ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ആർക്കെങ്കിലും ഒരു 10 രൂപയുടെ സാധനം കൊടുത്തിട്ട് നമ്മൾക്കൊരു ആവശ്യം വന്നപ്പോ അവര് തിരിച്ച് നമ്മളെ സഹായിച്ചിട്ടില്ലെങ്കിൽ പിന്നീട് അവർക്കൊരു ആവശ്യം വരുമ്പോ നമ്മൾ അവരെ തിരിച്ച് സഹായിക്കാൻ പോവോ? അപ്പൊ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ നമ്മുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത്. എന്നിട്ട് പോലും നമുക്കിതെല്ലാം നിരന്തരം നൽകിക്കൊണ്ടിരുന്നിട്ടും ആ റബ്ബിനെ നമുക്ക് സ്നേഹിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. ആ റബ്ബിനെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റിയിട്ടില്ല. ആ റബ്ബിനെ ഒന്ന് സ്നേഹിക്കാനും ആ റബ്ബിനെ ഒന്ന് അറിയാനും പറ്റിയാൽ നമുക്ക് പിന്നീട് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ടെൻഡൻസി എന്തായിരിക്കാം? എനിക്കെന്നാണ് എൻ്റെ റബ്ബിനെ കാണുക, അല്ലേ? എനിക്ക് എന്നാണ് എൻ്റെ റബ്ബിനെ കാണുക? ഇപ്പൊ ഞാനൊന്ന് നാട്ടിൽ വരാം, നിങ്ങൾ ഏതെങ്കിലും ജില്ലയിലേക്ക് വരികയാണെന്ന് പറഞ്ഞാൽ നിങ്ങള് തീർച്ചയായിട്ടും ഒന്ന് കാണാൻ കൊതിക്കോ ഇല്ലയോ? തീർച്ചയായിട്ടും കൊതിക്കും. എന്നാൽ നമ്മൾ നമ്മുടെ റബ്ബിനെ കാണാൻ അപ്പൊ കൊതിക്കണ്ടേ? ഞാൻ ഓൺലൈൻ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 33 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു ഒരൊറ്റ ക്ലാസ് റൂമിൽ. അപ്പൊ അതിലിങ്ങനെ സ്ഥിരമായിട്ടൊരു കമ്പനിയിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇവിടെ ഗൾഫിൽ തന്നെയാണ്, നാട്ടിൽ പോകുന്നതും കാത്തവരിയ്ക്കായിരുന്നു. എന്നാണ് മാമിനെ കാണുക, എന്നാണ് മാമിനെ ഒരു ക്യൂരിയോസിറ്റിയോട് കൂടിയിട്ട്. അപ്പൊ അത്രയും ആകാംക്ഷയോട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. അപ്പൊ അതുപോലെയാണ് നമ്മൾ എന്താണ്, നമുക്ക് എന്തേലും ആരെങ്കിലും കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും കയ്യിൽ നമുക്ക് കിട്ടാന്നുള്ളത് വെറും ഒരു സമ്പത്തല്ല ട്ടോ ഉദ്ദേശിക്കുന്നുള്ളത്. സമ്പത്തിനേക്കാളും അപ്പുറത്ത് നമുക്ക് എന്തോ ഒരു സ്നേഹബന്ധം പോലെ നമ്മുടെ ലൈഫിലേക്ക് മാറ്റപ്പെടുന്ന, സമ്പത്ത് കിട്ടിയവരെ ചിലപ്പോൾ നമുക്ക് അത്ര ഓർത്തുകൊള്ളണമെന്നില്ല. അതിനേക്കാളും അപ്പുറം നമുക്ക് ഓർമ്മിക്കുക ഇങ്ങനെയുള്ള സംഭവങ്ങളായിരിക്കും. അപ്പൊ ആ ഒരു സോളോ ആയിട്ടുള്ള ഒരു കണക്ഷൻസ്, ആ ഒരു സോളോ ആയിട്ട് കണക്ട് ചെയ്തവരെ കാണാൻ നമ്മളിങ്ങനെ കൊതിക്കും. എന്നാൽ ഇങ്ങനെ നമ്മളെ നോക്കുന്ന, നമ്മളെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്ന അള്ളാഹുവിനെ ഒന്ന് കാണാൻ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ മരണം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പേടിക്കോ? കാരണം മരിക്കാതെ നമുക്ക് അള്ളാഹുവിനെ കാണാൻ വേണ്ടി പറ്റുമോ? നമുക്ക് മരിച്ചിട്ടാവണ്ടേ അള്ളാഹുവിനെ കാണണമെങ്കിൽ. അപ്പൊ മരണത്തിന് നമ്മൾ പേടിക്കുകയില്ല. മരണത്തിന് നമ്മൾ എന്ത് ചെയ്യുള്ളൂ? മരണത്തിന് നമ്മൾ ഇഷ്ടപ്പെടുകയേ ചെയ്യുള്ളൂ. മരണത്തെ നമ്മൾ സ്നേഹിക്കുകയേ ചെയ്യുള്ളൂ. ഇനി
മരണത്തിനെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങിയാൽ, മരണത്തിന് നമ്മൾ ഇഷ്ടപ്പെടാൻ വേണ്ടി തുടങ്ങിയാൽ, അത് നമ്മൾ ഇങ്ങനെ കഥകൾ വായിക്കല്ലേ, മരണം എന്ന് പറയുന്നത് ഒരു ചെരുപ്പിന്റെ വാറിന്റെ അത്രയും അടുത്താണ്. ഇതൊക്കെ വായിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ വരുന്നത് ഇത് നമുക്കൊന്നും ബാധിച്ചതേ അല്ല, അത് വേറെ ആർക്കോ ഉള്ളതാണെന്നുള്ളത് അല്ലെ. മരണം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വരുന്നത് ഇത് ആർക്കോ എപ്പോഴുള്ളൂ, നമ്മളൊന്നും മരിക്കാൻ വേണ്ടി വന്നതല്ല, നമുക്ക് ഇവിടെ ഇനി എന്നെന്നും ജീവിക്കാനുള്ളവരാണ് എന്നുള്ള ഒരു നമ്മൾ അറിയാതെയെങ്കിലും ആ രീതിയിലാണ് നമ്മുടെ ചിന്താഗതി. അതുകൊണ്ടാണല്ലോ നമ്മുടെ ജീവിതം ഇങ്ങനെ പോകുന്നുള്ളത്. അതല്ലെങ്കിൽ നമ്മൾ പക്കത്തെ നിസ്കരിക്കൂലേ? കാരണം ഈ പക്കത്തെ അങ്ങോട്ട് പിന്നിട്ട് സമയം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഉണ്ടാവും, നമുക്ക് ഉറപ്പുണ്ടോ? അപ്പൊ നമ്മൾ മരിക്കാൻ വേണ്ടി വന്നവരല്ല എന്നുള്ളതാണ് നമ്മൾ അറിയാതെയെങ്കിലും നമ്മുടെ ഉള്ളിൽ പോയിക്കൊണ്ടിരിക്കുന്ന ചിന്ത. അപ്പൊ ആ അറിയാതെയെങ്കിലും ആ ഒരു തോട്ട് നമ്മുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്തായി പോകുന്നത്, നമ്മൾ പലതിലും മാറ്റി 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 വെക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നത്. ചിലപ്പോൾ നമുക്കറിയാൻ വേണ്ടി പറ്റും, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിൽ കിടക്കുന്നത് അത്ര എളുപ്പമാണ്, എന്നിട്ടും ഒരു സ്ത്രീയാണ് ഏറ്റവും കൂടുതൽ നരകത്തിലേക്ക് കടക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? നമുക്കറിയാം, നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എന്താണ്? മറ്റുള്ളവരെ കുറിച്ചിട്ടുള്ള സംസാരം കേൾക്കാൻ. നമ്മൾ രണ്ടാള് കൂടിയാൽ മൂന്നാമതൊരാളെ കുറിച്ചിട്ട് സംസാരമായിരിക്കുമല്ലേ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക എന്നുള്ളത്. അങ്ങനെ നമുക്ക് അങ്ങനെ മറ്റുള്ളവരുടെ സംസാരത്തെ കുറിച്ച് കേൾക്കാന്, അതല്ലെങ്കിൽ അവിടെ എന്താണ് സംഭവിച്ചത്, നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ ഒരു വണ്ടി വരികയാണ്, അതിപ്പോ ആരാ ഈ ഒരു സമയത്ത് അവിടെ വന്നത്, ഇവരെന്തിനാണ് ഈ ടൈമിൽ ഇപ്പൊ വന്നത്, എന്താണ് ഇവിടെ വരാനുണ്ടായ ആവശ്യം, അങ്ങനെയുള്ള പല ചിന്തകളായിരിക്കാം നമ്മുടെ ഉള്ളിൽ പോവുക. അപ്പൊ അങ്ങനെ അറിയാതെ, നമ്മൾ അറിഞ്ഞുകൊണ്ടൊന്നുമല്ല, നമ്മൾ അറിയാതെ അങ്ങോട്ട് ഇങ്ങനെ പോവാണ്. അപ്പൊ എന്തുകൊണ്ട്? നമുക്കറിയാം, അവിടെ എല്ലാ സ്ഥലങ്ങളിലും ഇബ്ലീസ് ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓരോ കോശങ്ങളിലും ഓരോ രക്തത്തിലും നമ്മുടെ എങ്ങനെ എങ്ങനെ നമ്മുടെ ഓരോ സെക്കൻഡുകളെയും നഷ്ടപ്പെടുത്തണം, ഓരോ സെക്കൻഡുകളിൽ നിന്നും നമ്മളെ മോഷ്ടിച്ചെടുക്കണം എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ആ ഒരു പ്രവർത്തനം അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പൂർണ്ണമായിട്ടും അറിയാവുന്നത് കൊണ്ടാണ് വീണ്ടും 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 നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണേ, രക്ഷപ്പെടുത്തിക്കൊണ്ട്. നമ്മൾ ഒന്ന് നമ്മുടെ ലൈഫിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി നോക്കി, നമ്മൾ ചെയ്ത എത്രമാത്രം സുഹൃതങ്ങൾ മാത്രമേ കുറവായി മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെ. എന്നിട്ടും നമ്മളെ അത്രമാത്രം അൽഹംദുലില്ലാഹ് അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കെയർ ചെയ്ത് പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ, ആ അള്ളാഹുവിന് നമ്മൾ കൊടുക്കേണ്ട സ്നേഹം, ആ അള്ളാഹു നമ്മൾ കൊടുക്കേണ്ട സ്ഥാനം, ആ അള്ളാഹു നമ്മുടെ എവിടെയാണ്. അള്ളാഹു എന്ന് പറയുമ്പോൾ സത്യത്തിൽ നമ്മൾ ചിലവരുടെ സ്നേഹം കൊണ്ട് വാക്ക് പുറത്ത് വരുന്നില്ല എന്നൊക്കെ പറയൂലേ, അല്ലെ. അതുപോലെ അള്ളാഹു എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ആ ഒരു സ്നേഹം, ഒരു ഫീൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റണം എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് പ്രോസസ് ചെയ്യാം, അല്ലെങ്കിൽ ലിങ്ക് കട്ടാവും. എന്നാലും ഇൻഷാ അല്ലാഹ് നമുക്ക് ഓരോ സെക്കൻഡിലും അള്ളാഹുവിന്റെ സ്നേഹത്തെ, അള്ളാഹുവിന്റെ ആ സ്നേഹത്തെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റട്ടെ. നമുക്കൊരു സ്നേഹം എന്ന് പറയുമ്പോൾ ഹൃദയത്തിൽ അറിയാതൊരു തുടിപ്പ് വരില്ലേ. ഇവിടെ കുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിക്കുന്ന സമയത്ത്, നമ്മുടെ സ്വന്തം മക്കളെ കെട്ടിപ്പിടിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഫീലിങ്ങും വേറൊരു കുഞ്ഞിനെ കെട്ടിപ്പിടിക്കുമ്പോൾ ഉണ്ടാവുന്ന ഫീലിങ്ങും വേറെയല്ലേ. സ്വന്തം മക്കളെ കെട്ടിപ്പിടിക്കുമ്പോൾ എന്തോ ഒരു ഒരു കണക്ഷൻ, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എന്തോ ഒരു തരംഗം പോണ ഫീൽ ആവാറില്ലേ. കാന്തിക ശക്തി പോലും ഇങ്ങനെ പോകണ്ടല്ലോ. അതാണ് നമ്മുടെ രക്തബന്ധം, റിലേഷൻഷിപ്പ്, ആ ഒരു രക്തബന്ധം എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് ഉള്ളിലൊരു കോരിത്തരിപ്പ്, നമ്മുടെ രോമങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് എഴുന്നേറ്റിരിക്കുക. എല്ലാ സമയത്തും അല്ലെങ്കിലും ദിവസത്തിൽ ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യമെങ്കിലും അള്ളാഹുവിനെ കുറിച്ചിട്ട് ഇങ്ങനെ ഓർക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ 5 വഖത്ത് നിസ്കരിക്കുന്ന സമയത്തെങ്കിലും നമ്മുടെ രോമങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് എഴുന്നേറ്റിരിക്കുക. അള്ളാഹു എന്ന് പറയുന്ന സമയത്ത് ആ ഒരു രോമാഞ്ചം, ആ ഒരു ഇത് നമ്മളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇൻഷാ അല്ലാഹ് നമുക്ക് ചെറിയൊരു പ്രോസസ് ചെയ്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, എല്ലാവരും കംഫർട്ടായിട്ട് ഇരുന്നോളൂ. ബ്രത്തിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ ചെയ്യാം. ഇന്ന് വളരെ കൂടുതൽ പ്രോസസ് ഒന്നും തരുന്നില്ല, ഒരു കുഞ്ഞു പ്രോസസ് മാത്രമാണ്, പക്ഷെ അത്രയും ഡീപ്പായിരിക്കും. വളരെ സാവധാനം ശ്വാസത്തിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ ചെയ്ത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, ഹോൾഡ് ചെയ്യുക, പുറത്തേക്ക് വിടാം. ഓരോ ശ്വാസത്തിലും അല്ലാ എന്നുള്ള ആ ഒരു വിളി, അള്ളാഹുവിന്റെ ഒരു സ്നേഹം അത് ഫീൽ ചെയ്യാം. എന്നെ ഞാനായി നിലനിർത്താൻ വേണ്ടിയിട്ട് എൻ്റെ റബ്ബ് മുടങ്ങാതെ എന്നിലേക്ക് ഒഴുക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ശ്വാസത്തിന്റെ മഹാത്മത്വത്തെ കുറിച്ചിട്ട് ഡീപ്പായി മനസ്സിലാക്കാം. നിങ്ങൾക്ക് കുറച്ച് സമയം സൈലന്റായിരിക്കാം, അള്ളാഹുവിനെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ ഈ ഒരു സമയത്ത് അള്ളാഹുവിനോട് പറയാൻ തോന്നുന്നുള്ളത്
എന്താണോ നിങ്ങളുടെ ഫീലിങ്സ്? കരയണോ? സന്തോഷം പറയണോ? കുറ്റബോധം പറയണോ? മാപ്പ് പറയണോ? എന്താണ് നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് അല്ലാ 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 എന്നുള്ള ആ ഒരു ചിന്ത? ഇത്രയും അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടും നമ്മൾ ഇതൊന്നും കെയർ ചെയ്യാതെ ഇതിനെല്ലാം നഷ്ടപ്പെടുത്തി പോയതിന് ആത്മാർത്ഥമായും ഫോർഗീവ് ചോദിച്ചുകൊണ്ട്, എന്നിട്ടും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇന്ന് ഈ ഒരു സെക്കൻഡിലും ഓരോ അവയവങ്ങൾ പ്രവർത്തിപ്പിച്ചുകൊണ്ട് പൂർണ്ണമായും ആരോഗ്യത്തോടെ, പൂർണ്ണമായും ചിന്താശക്തിയോടെ നമ്മളെ നിലനിർത്തി തന്നതിന് റബ്ബിന് ആത്മാർത്ഥമായ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. അൽഹംദുലില്ലാ. ആ പറയുന്നൊരു അൽഹംദുലില്ലാ ഒറ്റ ഹംദ് മതി. നിങ്ങൾ ഇതുവരെ ദിവസത്തിൽ 100ഓ 200ഓ പറഞ്ഞതിനേക്കാളും ഡീപ്പായ ഒരഹംദ് അത് മതി നമ്മളുടെ ജീവിതം മാറ്റാൻ. അൽഹംദുലില്ലാ. ഈ ഹംദിൽ നിങ്ങളുടെ കണ്ണുകൾ നിറയുന്നു, നിങ്ങളുടെ കണ്ഠം ഇടറുന്നു, നിങ്ങളുടെ ശരീരത്തിലെ ഓരോ രോമകൂപങ്ങളും എഴുന്നേറ്റ് നിൽക്കുന്നു, നിങ്ങളുടെ ഹൃദയം വിശാലമായി പോകുന്ന ഒരു ഫീൽ നിങ്ങൾക്കുണ്ടാവുന്നു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. നിങ്ങളുടെ ഹൃദയത്തെ, നിങ്ങളുടെ ചിന്താതലത്തെ നിങ്ങൾക്ക് കാണാനും അനുഭവിക്കാനും വേണ്ടി പറ്റുന്നു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഞാൻ ആത്മാർത്ഥമായി എൻ്റെ റബ്ബിനോട് ഫോർഗീവ് ചോദിക്കുന്നു. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അൽഹംദുലില്ലാ. എനിക്ക് ഇന്ന് ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയതിന്, എനിക്ക് ഈ ഒരു ക്ലാസ് ഇവിടെ കൊടുക്കാൻ പറ്റിയതിന്, നമുക്കിത് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനുള്ള തൗഫീക്കിന് ചോദിച്ചുകൊണ്ട് ആത്മാർത്ഥമായും അല്ലാഹുവിലേക്ക് സറണ്ടർ ആയിക്കൊണ്ട് ബ്രീത്തിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ ചെയ്ത് സാവധാനം ബ്രീത്ത് ഇൻ ചെയ്ത് ഹോൾഡ് ചെയ്ത് ബ്രീത്ത് ഔട്ട് ചെയ്ത് വൺസ് അഗെയിൻ ബ്രീത്ത് ഇൻ, ഹോൾഡ് ഇറ്റ്, ബ്രീത്ത് ഔട്ട്. ഓരോ ബ്രീത്തും ഉള്ളിൽ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അകത്ത് അള്ളാഹുവിൻ്റെ സ്നേഹത്തെ, അള്ളാഹുവിൻ്റെ തലോടലിനെ, അള്ളാഹുവിൻ്റെ കരുതലിനെ നമ്മുടെ ചേർത്ത് നിർത്തുന്ന ഒരു ഫീലോട് കൂടിയിട്ട് പുറത്തേക്ക് പോകുന്ന സമയത്ത് നമ്മളിൽ നിന്നുമുള്ള ബാഡ് ഇമോഷൻസുകൾ എല്ലാം ഒരു കറുത്ത പുകയായി പുറത്തു പോകുന്ന ഫീലോട് കൂടിയിട്ട് ബ്രീത്ത് ഇൻ ഔട്ട് ചെയ്ത് ബ്രീത്തിലേക്ക് മാത്രം ഒന്നുകൂടി കോൺസെൻട്രേഷൻ ചെയ്ത് റിലാക്സായി കൈകൾ രണ്ടും സ്ക്രബ് ചെയ്ത് മുഖത്തിന് നേരെ സ്പർശിച്ച് കണ്ണുകൾ തുറന്ന് തിരിച്ചു വരാവുന്നതാണ്. എന്തായിരുന്നു ഫീലിങ്സ്? അതെ, ഭയങ്കര കുറ്റബോധവും ഇതുപോലെ ഒരുപാട് ദിവസം കൊണ്ടൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടല്ലോ. ഇവിടുന്ന് അങ്ങോട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയുള്ള ഓരോ ദിവസങ്ങളും കൂടുതൽ കൂടുതൽ അവയർനെസ്സോട് കൂടി ഇരിക്കാൻ റബ്ബ് തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. എന്താണ് നിങ്ങൾക്കുണ്ടായ ഫീലിങ്സ്? നിങ്ങൾ നിന്ന് റെസ്പോണ്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അത് നിങ്ങളിലേക്ക് എങ്ങനെ എത്തുന്നുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടി പറ്റുള്ളൂ. ക്യാമറ ഓൺ ആക്കുമ്പോ തന്നെ മാമിനൊരു ഇതുണ്ടാവില്ലേ, ഒരാളുടെ ഫേസ് നോക്കി സംസാരിക്കുമ്പോ അതെ, മറ്റേത് അതെ, അതെ, തീർച്ചയായിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾക്കും ഇന്നിപ്പോ എല്ലാ ദിവസത്തെ ക്ലാസ് പോലെ ആയിരിക്കില്ല ഇന്നുണ്ടാവുന്ന ഫീലിങ്സ്.
ക്യാമറ ഞാൻ ഓൺ ക്യാമറ മുഖത്ത് നോക്കി സംസാരിക്കുന്നില്ലെങ്കിലും മുഖം കാണുന്നുണ്ടോ? ഞാൻ ഈ ഇരിക്കുന്നുണ്ടാവും അവിടെ തന്നെ. ഓക്കെ. ഇരിക്കാത്ത ഒരാൾക്ക് ചിലപ്പോൾ ഓടി നടന്ന് ജോലികൾ എടുത്തുകൊണ്ട് ക്ലാസ്സിൽ ഇരിക്കുന്നവർക്ക് അതിന്റെ മാറ്റം നന്നായിട്ട് അറിയാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഡയറി നിങ്ങളവിടെ കൊണ്ടുപോയി ഇരിക്കുമ്പോൾ ഇരിക്കുക. നമുക്ക് ഒരാളെ ഫേസ് ചെയ്തിട്ട് പറയുമ്പോൾ തന്നെ നമുക്ക് എന്തോരം കുഴപ്പം. അതല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ നമ്മളെ മാത്രം നോക്കി പറയാണല്ലോ. നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ? അത് എത്തുന്നുണ്ടോ? ആ സമയത്ത് നിങ്ങളുടെ ഫീലിങ്സ് നമുക്ക് അവർ കണ്ണിൽ നോക്കിയിട്ട് ഫേസിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് അതിലുണ്ടാവുന്ന മാറ്റം കാണുമ്പോഴൊക്കെ ഉണ്ടല്ലോ, അൽഹംദുലില്ലാ, എന്തോ ഒരു മനസ്സിലേക്ക് നമുക്കൊരു ആനന്ദം. കാരണം അള്ളാഹു നമ്മളതിന് നിയോഗിച്ചല്ലോ. അൽഹംദുലില്ലാ, നമ്മൾക്ക് ഓരോ നിയോഗങ്ങളാണല്ലോ അതൊക്കെ. അപ്പൊ അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അപ്പൊ അതൊക്കെ കാണും നമുക്ക് ആ നിങ്ങളുടെ ഫേസിൽ ഉണ്ടാവുന്ന മാറ്റം കാണുമ്പോൾ തന്നെ എന്തോ ഒരു എനർജിയാണ്. എന്തായാലും മാക്സിമം എല്ലാവരും നിങ്ങൾ പിന്നെ എന്ത് ചെയ്യുമോ, യൂട്യൂബിൽ നിങ്ങൾ വരില്ല. കാരണം ഞാൻ പിൻ ചെയ്തതുകൊണ്ട് എന്നെ മാത്രമേ കാണുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ യൂട്യൂബിൽ വരുമെന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കണ്ട. കാരണം ഞാൻ എന്നെ ഫോക്കസ് ആക്കി പിൻ ചെയ്ത് വെക്കണമെന്നുള്ളതുകൊണ്ട്. പിന്നെ സ്ക്രീന് ജസ്റ്റ് എല്ലാവരും ഓണാക്കിയാൽ കൂടുതൽ ആളുണ്ടാവുമ്പോൾ ഒന്നിങ്ങനെ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഇങ്ങോട്ട് കൊടുക്കുകയാണ്. എത്ര പേര് നമുക്കത് പിന്നീട് റെക്കോർഡ് കാണുന്നവർക്കൊരു പോസിറ്റീവ് ആവുമല്ലോ, സ്ക്രീനിൽ കൂടുതൽ ആളെ കാണുന്ന സമയത്ത്. അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മളിപ്പോ നമ്മളെ ഔറത്ത് മറച്ചിരിക്കുക, അല്ലാതെ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോ ആരെയും കാണാതെ പുറത്തിറങ്ങാത്ത വ്യക്തികളൊന്നും അല്ലല്ലോ. അതുകൊണ്ട് അതിൻ്റെതായ രീതിയിൽ നമ്മളെ ഔറത്തൊക്കെ മറച്ചിരിക്കുന്ന സമയത്ത് ഇപ്പം ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് യൂട്യൂബിൽ തന്നെയല്ലേ, അപ്പൊ എന്നെ കാണുന്നില്ലേ എല്ലാവരും? ഇൻഷാ അല്ലാ. അപ്പൊ ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇപ്പൊ ലിങ്ക് കേട്ടോ. ഓക്കെ. പിന്നെ ഞാനൊരു ഗൂഗിൾ ഫോം ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം. കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ആളുകളിലേക്ക് എത്തിപ്പിക്കാൻ നോക്കുക. കൂടുതൽ ആളുകളെ ഒന്ന് അഡ്മിഷൻ എടുപ്പിക്കാൻ വേണ്ടി നോക്കുക. 500 രൂപയാണ് ഫീസ് ഉള്ളത്. പക്ഷെ 3 ദിവസത്തേക്ക് 500 കൊടുക്കണമെന്ന് വിചാരിക്കണ്ട. അത് കിട്ടിയുമ്പോൾ അൽഹംദുലില്ലാ അതിന് 500ൻ്റെതല്ല 5000ത്തിന്റെ ബെനിഫിറ്റ് ഉള്ളതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് മാക്സിമം ആളുകളിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രയാസപ്പെടുന്നതായിരിക്കും